വാട്ട് എവർ ഹാപ്പൻസ് ടു യു, പക്ഷെ നീ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം. ബിക്കോസ് ഐ ആം ഓൾമൈറ്റി ഗോഡ്. ഞാൻ ദൈവമാണെന്നല്ല പറഞ്ഞത്. എന്താ കാര്യം? സർവശക്തനാണ്. നിൻ്റെ സാഹചര്യത്തെ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ഐ ക്യാൻ ഡു ഇറ്റ്. സോ ബി എൻ്റെ മുമ്പിൽ തന്നെ നീ ഉണ്ടാകണം. എന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധി ഉണ്ടാകണം. അല്ലാതെ ഇന്ന് കൊച്ചു സൈക്കിളെ ഇടിച്ച് അല്ലെങ്കിൽ മകളെ പട്ടി കടിച്ചെന്ന് പറഞ്ഞ് ഇന്ന് കുടുംബപ്രാർത്ഥന വേണമെന്ന് പറയരുത്. നീ ദൈവത്തിന് മുമ്പിലല്ല അപ്പോഴും. ഇന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ നമ്മൾ പച്ചത്തിരി കത്തിക്കുമ്പോൾ തന്നെ ഭർത്താവ് അവിടെ കിടന്ന് 2 സ്മോളൊക്കെ വിട്ടിട്ട് അവിടെ കിടന്ന് പറയും, പച്ചത്തിരി കത്തിച്ച് കൊച്ചിനെ പട്ടി കടിച്ചെന്ന് പറയും. ആ ഭ്രാന്തൻ എന്തെങ്കിലും പറയട്ടെ, യു ഡോണ്ട് മൈൻഡ് അബൌട്ട് ഇറ്റ്. കാരണം നിന്നോട് എന്താ പറഞ്ഞിരിക്കണത്? നീ സാഹചര്യം അനുകൂലമായാലും എന്താണ്, നീ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം. അപ്പം നീ പ്രാർത്ഥിക്കണത് എന്താണ്? പ്രാർത്ഥിച്ചേ, കർത്താവേ ഉടമ്പടി പ്രകാരം എൻ്റെ സാഹചര്യം പ്രതികൂലമായാലും ഉൽപ്പത്തി 17:1 അനുസരിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകാൻ എന്നെ അഭിഷേകം ചെയ്യണം. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ അശ്രദ്ധ വരും. ഉടമ്പടി എടുത്താലും ചിലപ്പോൾ ഉടമ്പടി ജീവിക്കുകയാണെങ്കിൽ ശരി, ചില കയ്യബദ്ധങ്ങൾ വന്നു കഴിഞ്ഞായിരിക്കും അറിയണം, ദൈവമേ ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, ഞാൻ ഓർത്തില്ലല്ല, അബദ്ധമായി പോലല്ല, അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കുമ്പസാരിക്കാതെ ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? എൻ്റെ മകളെ, നീ ഒന്നും ചെയ്യേണ്ട, സോറി എന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്താ കാര്യം എന്നറിയാവോ? ഒരു സോറി പറഞ്ഞൊരു മനുഷ്യനാണ് ഇസ്രായേൽ ഭരിച്ചതെന്ന് നീ ഓർക്കണം. ഞാൻ ദാവീദിൻ്റെ കുഴിമാടത്ത് ചെല്ലുമ്പോൾ അവിടെ 1.5 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂട്ടം തെറ്റിപ്പോയൊരു മനുഷ്യനാണ് ഞാനും വിജയകുമാറും. ഞങ്ങൾ ഈ ദാവീദിൻ്റെ കുഴിമാടം കണ്ടപ്പോഴെല്ലാം മറന്നുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യം ഞങ്ങൾക്ക് മുമ്പ് നിൽക്കുന്ന 2 യഹൂദന്മാർ ധൂപം ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ സങ്കീർത്തനങ്ങൾ പാടി ആടി അവരിങ്ങനെ നിർവൃതി നിൽക്കുകയാണ്. എത്ര കൊല്ലം, 2500 കൊല്ലം മുമ്പ് മരിച്ചുപോയി, 2000 അല്ല 10,000-3000 കൊല്ലം മരിച്ചുപോയ ദാവീദിൻ്റെ സിംഹാസനം, ദാവീദിൻ്റെ കുഴിമാടത്തിൽ ഈ യഹൂദ പുരോഹിതന്മാർ ഇരുന്നുകൊണ്ട് ധൂപാർച്ചന നടത്തി പ്രാർത്ഥിക്കണം കണ്ടപ്പോൾ പ്രാർത്ഥന എന്താണ് നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥനയേക്കാൾ വേറൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഇങ്ങനെ തീഷ്ണമായിട്ട് 24 മണിക്കൂർ ആ മനുഷ്യനവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാനും കൂടെ നിന്ന്, വിജയകുമാരൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ 1.5 മണിക്കൂർ അറിയാതെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടം കാണുന്നില്ല. പഴയ ജെറുസലേമിലാണ്, അകപ്പെട്ടു പോയി. പിന്നെ ഞാൻ കൊന്തയല്ലി ആണ് ആ പണ്ടി ടെല്ലവീവിലേക്ക് ജെറുസലേമിലേക്ക് കണ്ടുപിടിച്ചത്. കൊന്തയല്ലി 1.5 മണിക്കൂർ നടന്നു പോയപ്പോൾ അതിൻ്റെ അത് പെട്ടുപോയി. പിന്നെ രക്ഷപ്പെടാൻ പാടില്ല. പക്ഷെ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ കാറിൽ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി ഏതാണെന്ന് കണ്ടില്ല, അതിൻ്റെ ഡിസൈൻ അറിഞ്ഞില്ല, അതിൻ്റെ പേരറിയാൻ പാടില്ല. ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഈ 16 ലൈൻ റോഡാണ്, നമ്മുടെ 4 ലൈനല്ല 16 ലൈൻ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ പാകിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പണ്ടി ഇവിടെ പോയി. നേരത്തെ അവർ ഞങ്ങളോട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടം തെറ്റിപ്പോയരുത്, കൂട്ടം തെറ്റിപ്പോയാൽ ഹോട്ടലിലേക്ക് വിളിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹോട്ടലിൻ്റെ നമ്പർ തന്ന്. ഹോട്ടൽ 90 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ വിജയകുമാറിൻ്റെ ഫോണിൽ ചാർജുമില്ല. അപ്പോൾ അതിനൊക്കെ അകപ്പെട്ടു. പഴയ ജെറുസലേമിനകത്ത് കുഡൂസിൽ അകപ്പെട്ടു പോയി. അപ്പോഴെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ജപമാല ചെല്ലാൻ പറഞ്ഞ്. ഞാൻ ഒരു ജപമാല ചെല്ലിയിട്ട് കണ്ട വഴി, തെക്കും വടക്കും അറിയാൻ പാടില്ല, നല്ല ഉച്ച 12 മണി നേരം, നല്ല ഒരു 40 ഡിഗ്രി ചൂട്, അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി, പടിഞ്ഞോട്ട് വഴി, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇടക്കോട്ട് വലത്തോട്ടും വഴി, പിന്നെയും വഴി. ഏത് വഴിയാണ് റോഡെന്ന് എവിടെ എത്തുമെന്ന് ഒരു പിടിയില്ല. വെച്ച് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ നീ നടന്ന വഴിയാണത്. ഞങ്ങൾക്ക് 2 പേർക്ക് ആദ്യമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ വണ്ടിയും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനീ കൊന്ത ചൊല്ലി തീരും, അപ്പം നീ ഞങ്ങളെ വഴിയിലെത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിജയകുമാർ പറഞ്ഞ്, അപ്പോഴാദ്യമായിട്ടാണ് ഒരു വിശ്വാസം പ്രയോഗത്തിൽ വരണത്. പുള്ളിക്ക് കണ്ടപ്പോൾ ഞെട്ടണത് അങ്ങനെ. ഞാൻ പറഞ്ഞു, 5-ാമത്തെ ദിവസത്തിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പറഞ്ഞപ്പോൾ ഉണ്ട് ഞങ്ങൾ റോഡേ എത്തി അവിടെ. പക്ഷേ റോഡേ എത്തുമ്പോൾ എന്ത് റോഡാണ് ഈ കാണുന്നത്? 16 ലൈൻ റോഡാണ്. ഇൻ്റർനാഷണൽ ടൗൺ സിറ്റിയല്ലേ. അവിടെ ചെന്ന് അകപ്പെട്ട് ഏത് വണ്ടി, നമ്മുടെ വണ്ടി എവിടെ പോയെന്ന് ആർക്കറിയാം? നമ്മുടെ മൊബൈലും വർക്ക് ചെയ്യണില്ല.
എനിക്ക് പിന്നെ റോമിംഗ് ഇല്ല, സാറിന് റോമിംഗ് ഉണ്ട്, പക്ഷേ അവിടെ ബാറ്ററി വർക്ക് ചെയ്യണില്ല. ആകെപ്പാടെ കുഴപ്പത്തിലായി വിജയകുമാറിനോട് പറഞ്ഞു, സാറേ ഒരു വണ്ടി, ഞാൻ പറഞ്ഞു സാറേ ഒരു വണ്ടി എടുക്ക്, ഒരു ടാക്സി എടുത്ത്. ടാക്സി വന്ന് നിന്ന് ടാക്സിക്കാരൻ ഞങ്ങളോട് ചോദിക്കുകയാണ് എവിടെ പോകണമെന്ന്. ഞങ്ങൾക്കറിയാമല്ലോ എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ വണ്ടി പിടിക്കാനാണ് ഇയാളെ വിളിച്ചിരിക്കണമെന്ന് അറിയാമോ. അപ്പോൾ വണ്ടി എവിടെയാണെന്ന് ഞാൻ ചോദിക്കത്തില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗെറ്റലാണെന്ന് പറഞ്ഞു, മുമ്പോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ എവിടെ പോകണമെന്ന് പറഞ്ഞ്, അപ്പോൾ സാറ് പറഞ്ഞ് ഗെറ്റലാണ് അപ്പോൾ മുമ്പോട്ട് പോകാൻ ഗ്രോഫ്രണ്ട് അത് പറയുന്നുണ്ട്. പക്ഷേ അപ്പം ഞങ്ങൾ രണ്ടും കൂടി ജവമാല എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെത് ഡ്രൈവറും വണ്ടിയൊന്നും അല്ല പ്രശ്നം, ഈ ജവമാല കൃത്യമായിട്ട് ചെല്ലുക എന്നുള്ള ആ സമയത്ത് ജവമാല ചെല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ സാറിനോട് പറയും, സാറേ 5ാമത്തെ ദിവരഹസ്യത്തിന് നമ്മൾക്ക് ഈ സ്ഥലത്തെത്തിയെങ്കിൽ അടുത്ത കൊന്ത തീരുമ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ അമ്മ തരുമെന്ന് പറഞ്ഞു. അമ്മ തരും. അപ്പോൾ ഞാൻ സാറും കൂടി ചെല്ലിയിട്ട് അപ്പോൾ ഡ്രൈവർ ഇടയ്ക്ക് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉതപ്പുണ്ടാക്കുന്നുണ്ട്. അയാൾ അപ്പോൾ വിജയകുമാർ ചോദിച്ചു, വാ മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് എത്ര രൂപ വേണം. അപ്പോൾ പറഞ്ഞ് എന്താ അയാൾ $500. ഉടനെ $500 എടുത്ത് അയക്ക് കൊടുത്ത്. എവിടെ 2 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. ഞങ്ങൾ മണ്ടന്മാരെ ഇന്ത്യക്കാരാണെന്ന് അയാൾക്കറിയാം. കാര്യം ഇത് വഴി അറിയാൻ പോലെ വല്ലതും കയറി ഇരിക്കുക, സ്ഥലം പറയാവല്ലിരിക്കുക. ഇന്ത്യക്കാരുടെ ആരും 2 മണ്ടന്മാർ കേട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരെ മണ്ണൊന്നും വേണ്ട, ഇന്ത്യക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരാണ്. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഇയാൾക്ക് വഴി പറഞ്ഞ് ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെ തെക്കും വടക്കും. ഞങ്ങളുടെ ജീവിതം അങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണ കൊന്ത മാത്രമേ ഒരു ഉറപ്പുള്ളൂ. ഇതാണ് നമ്മുടെ ഈ എന്താ പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞ സാധനം. ഇതാണ്, ഇത് വെച്ചുള്ള കളിയാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഞാൻ ഈ കൊന്ത തീരണ സമയത്ത് 4ാമത്തെ കൊന്ത തീരുമ്പോൾ തന്നെ അമ്മ പറഞ്ഞ് വണ്ടി ചുവപ്പാണെന്ന് പറഞ്ഞ്. അപ്പോൾ വണ്ടി ചുവപ്പ് നിറവാണ്, താഴെ കറുപ്പുണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ഉടനെ സാറിനോട്, സാറേ ചുവപ്പ് വണ്ടിയാണ് നമ്മ പറയുന്നുണ്ട്, താഴെ കറുപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. 5ാമത്തെ രഹസ്യം ചൊല്ലി അവസാനിക്കുമ്പോൾ ചുവപ്പും കറുപ്പും വണ്ടി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന അമ്മ. ഈ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാമേ അനുഭവങ്ങളാണ്. അനുഭവങ്ങളെന്ന് പറയണത് അതാണ് പഠിപ്പിക്കലെന്ന് പറയണത്. ദൈവം അനുഭവങ്ങളിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 110 143:10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ആരാധന. 143:10 സങ്കീർത്തനങ്ങൾ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ്, അങ്ങയുടെ നല്ല ആത്മാവിനെ എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുകയാണ് എൻ്റെ ആഹാരം. അതാണ് നിരപ്പുള്ള വഴികളിലൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്ന വ്യക്തിയായി നമ്മൾ എപ്പോൾ മാറുന്നുവോ അപ്പോൾ നമ്മൾ നിരപ്പുള്ള വഴിയിലൂടെ വരും. കാര്യം ഇതിൻ്റെ വിഷയം എന്ന് പറയണത് വചനം കേൾക്കണമെങ്കിൽ വഴി നിരപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ മാന്താനെ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രത്യേകം മിഷൻ കൊടുത്ത് വിടേണ്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ പറ്റിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ജ്ഞാനസ്ഥാനം, പശ്ചാത്താപത്തിൻ്റെ ജ്ഞാനസ്ഥാനമാണ് യോഹന്നാൻ നൽകണത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാവുകയും ദൈവത്തിൻ്റെ വചനം ജീവിക്കുകയും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിരപ്പുള്ള വഴികളിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ദൈവമായിട്ട് അടുത്ത നടപടി ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉടമ്പടിയുടെ ഉദ്ദേശമെന്ന് പറയണത് ആദ്യം തന്നെ നിരപ്പുള്ള വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നല്ല ആത്മാവിലേക്ക് വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നിങ്ങളുടെ ഉടമ്പടിയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ മേക്കിട്ട് കയറാൻ പറ്റിയ ഒരു ഉദ്യോഗം ഉണ്ടാക്കണം. 10 പൈസ മറ്റവരെക്കാൾ മെച്ചമായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ലോൺ പാസ്സാകുന്നതിലൂടെ നമുക്ക് അപ്പൻ്റെയൊക്കെ നിന്ന് നമ്മൾ വീട് വെക്കാനുള്ള സ്ഥലം എഴുതി മേടിച്ച് കഴിഞ്ഞാൽ അനിയനെ എങ്ങനെയെങ്കിലും സ്കൂട്ട് ചെയ്യാം, അവിടുന്ന് ന്യൂട്രലാക്കി പുറത്താക്കാം എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല ആത്മാവല്ലത്. നിങ്ങളുടെ നിയോഗം കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നീറി അവസാനിക്കണത്. എന്താ കാര്യം? എല്ലാ നിയോഗത്തിലും തരികിടയുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം അത് നേടിയെടുത്തതിലൂടെ മറ്റുള്ളവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതാണ് വിഷയം. നിങ്ങൾക്ക് പണി തന്ന ആൾക്കാർക്ക് എല്ലാം മുമ്പേ തലേലും കെട്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഭൗതിക ആനുകൂല്യത്തോട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആത്മാവല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതണം. എന്നിട്ട് നിരപ്പുള്ള വഴികളിലൂടെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ വേണ്ടി നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുമ്പോഴേ അമ്മ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് മധ്യസ്ഥം വഹിക്കും. അമ്മ മധ്യസ്ഥം വഹിക്കുന്ന രീതി കണ്ടില്ലേ? ആ ഒരു ജപമാല, ഒരു ജപമാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം അടുത്ത ജന്മം ജീവിക്കാൻ പറ്റും. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. കാര്യം ജപമാല മുഴുവനും ഫുൾ ഓഫ്
കർത്താവിൻ്റെ റിഡംഷൻ്റെ വീണ്ടെടുപ്പിൻ്റെ മുഴുവനും രക്ഷാകര സമ്പൂർണ്ണ ബൈബിളിനെ ഇങ്ങനെ കാച്ചിക്കുറുക്കി അങ്ങനെ മണികളാക്കി വെച്ചിരിക്കുകയാണ് ജപമാലയിൽ. അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഇനി ഉണ്ടാകാൻ പോണില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളിത് 1000 മണിയൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യം. വേറെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊക്കെ പറ്റിയ അബദ്ധം വല്ല ഉടായ്പ പ്രാർത്ഥനകളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ന്യൂട്രായിട്ട് നിങ്ങൾ ജപമാല മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ പുറകെ പോയി. അതാണ് സംഭവം. മര്യാദക്ക് നിന്നുകയും നമ്മുടെ പിതാക്കന്മാരെ ദൈവവും തലമുറകളും പഠിപ്പിച്ച പ്രാർത്ഥനകൾ സത്യസന്ധമായ ആധ്യാത്മികതയ്ക്ക് നിങ്ങൾ തീഷ്ണമായി വരണം. നിങ്ങൾ വരണമെന്നല്ല ഞാൻ പറയണത്, നിങ്ങൾ തീഷ്ണമായി വരണമായിട്ട് ദൈവത്തിന് തോന്നണം. ദൈവത്തിന് തോന്നണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തണം ദൈവം. കാരണം നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ സുവിശേഷം നമ്മളിലെ പരിശുദ്ധാത്മാവ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അനുകൂലം സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നീ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണം. പ്രതികൂലമായ സാഹചര്യം വന്നാലും ആ പ്രതികൂലമായ സാഹചര്യത്തിലും നീ ഒരു സുവിശേഷമായിക്കൊണ്ട് ദൈവത്തിനെ കൊണ്ട് തന്നെ ആ വിഷയത്തെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തൊക്കെയാണ് കുഴപ്പം? എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ന ഹോട്ടലിലാണ് താമസിച്ചത്, ഇന്ന വണ്ടി എങ്ങോട്ടാണ് പോയെന്നൊക്കെ ട്രേസ് ഔട്ട് ചെയ്തെടുക്കണം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ ജപമാലയിലാണ് ആശ്രയിച്ചത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ബുദ്ധിപരമായ മെക്കാനിസം അല്ല കാണിക്കേണ്ടത്. അത് ജഡിക ആത്മാക്കളുള്ള ആൾക്കാർ ജഡികമായ മാർഗ്ഗങ്ങൾ അന്വേഷിക്കും. ദൈവ പൈതൽ ദൈവത്തിൻ്റെ മാർഗ്ഗമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഉടമ്പടി നീ വിജയിക്കണമെന്ന് കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൈവത്തെ കൊണ്ട് ആദ്യം പരിഹരിക്കാൻ വേണ്ടി നീ നടപടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ നിരപ്പായ വഴികളിലൂടെയാണ്. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ ജീവിത അവസ്ഥകളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഓർക്കുക. കണ്ണുകൾ കൂപ്പി കൈകളടച്ച് കൈകൾ കൂപ്പി ഒരു നിമിഷം നമ്മുടെ ജീവിതാവസ്ഥകൾ, ഈ ആഴ്ചയിൽ ദൈവം ഇടപെടേണ്ട വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ. കർത്താവ് നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന എല്ലാ മക്കളോടും നീ കാരുണ്യം കാണിക്കണമേ. ഉച്ചമുള്ളങ്കാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ ഓരോ അവയവങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ക്യാൻസർ സിസ്റ്റുകൾ, ശ്വാസകോശ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോസ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തുന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ, വിവാഹിതരായവര് പക്ഷേ വിവാഹ ജീവിതത്തിലെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുള്ളവര്, മക്കളില്ലാത്തവര്, കുടുംബകലഹത്തിൽപ്പെട്ടിരിക്കുന്നവര്, അകന്ന് കഴിയുന്നവര്, ജോലിയില്ലാത്തവര്,
ഉള്ള വരുമാന മാർഗം കുടുങ്ങിപ്പോയവർ, നിന്ന് പോയവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, വാടക താമസിക്കുന്നവർ, ഇറങ്ങിക്കൊടുക്കേണ്ടവർ, മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥകൾ, പല പരീക്ഷകളിലേക്കും മക്കളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, തോറ്റ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി അടുത്ത പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിന് ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി, വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിച്ച് മടുത്തു എന്ന് തോന്നിയിട്ട് പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് പ്രാർത്ഥന മരവിച്ചു പോയവർ, എല്ലാവരുടെ മേലും കർത്താവിന് കണ്ടെത്തിയ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരകമായ തടസ്സങ്ങളെ, ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പോയിക്കൊണ്ട് നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ചില കാര്യങ്ങൾ ട്രൈ ചെയ്ത് മടുത്തിട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ട സമയമാണിത്. അതിനുവേണ്ടിയാണ് ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. അസ്ഥികൾ ഒരുങ്ങി, അതായത് മുട്ട് എപ്പോഴും കസേര ഇരിക്കണ കാണാം. പ്രധാന പ്രശ്നം മുട്ടുകുത്താൻ പാടില്ല. മുട്ടിൻ്റെ അസ്ഥികൾക്ക്, മുട്ടിൻ്റെ കുഴകൾക്ക് തേയ്മാനം എന്തൊക്കെയാണ്. ആ വ്യക്തി കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആരാധന, ആരോഗ്യ സൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. മഹത്വം, മഹത്വം, ആരാധന. ഒരു അഞ്ച് സ്ഥലമാകാം, ചിലപ്പോൾ ഡോളറാകാം, ചിലപ്പോൾ വേറെ നമ്മുടെ ഇന്ത്യൻ മണിയാകാം. 5-ലാണത് തുടങ്ങണത്. അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ടിൽ വളരെ മോശമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ട് ജോലി നഷ്ടപ്പെടുവോ, വരുമാനം മുടങ്ങുമോ എന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ, അതുപോലെയുള്ള കുരുക്ക് പിടിച്ച വിഷയത്തിന് മേലെല്ലാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ശ്രദ്ധയും ഈ പ്രാർത്ഥനയിൽ അതിൽ നിന്ന് വിടുതലും കർത്താവ് നൽകുന്നതായിട്ട് സൂചനയുണ്ട്. അതുപോലെ യാത്ര മുടങ്ങിപ്പോയവരെ, യാത്ര ചെയ്യാൻ പോകുന്നവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ദൈവിക സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ. ഗർഭിണികളെ, 4 മാസത്തെ വളർച്ചയേ ഉള്ളൂ കുഞ്ഞിന്. പിന്നെ കുഞ്ഞ് വളരുന്നില്ല അവസ്ഥയിൽ ആ ആ മകളെ പ്രത്യേകിച്ച് കർത്താവ് സ്പർശിക്കുന്നവരെ കാണിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ഗർഭിണികളെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നെ കേൾക്കുന്ന മക്കള് എവിടെയെങ്കിലും ഓൺലൈനിലുള്ളവർ വയറെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളില്ലാത്തവർ, മക്കളുള്ള മക്കൾക്ക്, ഗർഭിണികൾക്ക് പ്രയാസങ്ങളുള്ളവർ വയറെ കൈവച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മറ്റുള്ള ബന്ധുക്കൾ കേൾക്കുന്നവരെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാ ഗർഭിണികളായ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ള എന്നതിനേക്കാളുപരി കണ്ണിന് കളറ് മാറുന്നു, ഒരു ചാര നിറമായിക്കൊണ്ടിരിക്കുന്നു, കാഴ്ച മങ്ങുന്നു. ആ വ്യക്തികളെ, കണ്ണിൻ്റെ വിഷമമുള്ളവരെ കണ്ണിൽ തൊട്ടിട്ട് സ്തുതിക്കണം. ഞാനീ പറഞ്ഞ പ്രത്യേക വിഷയത്തിൻ്റെ പേര് ദൈവത്തിന്റെ സൗഖ്യം ഉണ്ടാകുന്നുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും യേശുവേ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ട നിൽക്കുക. ആരാധന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
ഇന്നത്തെ ആരാധനയിൽ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ ഈശോയെ, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, നല്ല ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് നിരപ്പായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭൂമിയിൽ അങ്ങയുടെ ഹിതം മാത്രം അനുവർത്തിച്ചുകൊണ്ട് നീ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ